ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ പ്രഗ്നൻസി ഹിസ്റ്ററി പറയാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും. നല്ല അനുഭവങ്ങളുണ്ടായിരിക്കും, മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കോൺസെപ്റ്റ്, അത് ചിലപ്പോൾ പലർക്കും ഇത് അനുഭവം ഉണ്ടായിരിക്കും, ഇത് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞു 5 വർഷമായി കേട്ടോ. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സോ നമ്മൾ ഏത് ദമ്പതിമാരാണെങ്കിലും നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ആദ്യത്തെ വർഷമൊക്കെ നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കും, ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ടെൻഷനായി, ഭയങ്കര ടെൻഷനായി. ആളുകൾ പറയും, വീട്ടുകാർ പറയും, അമ്മായിയമ്മ പറയും, ബന്ധുക്കൾ പറയും കല്യാണത്തിന് പോകാൻ പറ്റില്ല, അത് മറ്റ് പരിപാടികൾക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അയാൾക്ക് ചോദിക്കും എന്തായി വിശേഷം എന്നായില്ലേ, എന്തായി വിശേഷം എന്നായില്ലേ, എല്ലാവരും ചോദിക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. നമുക്ക് സംഭവം ഒരു പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടുത്ത വർഷം ആയാലും മതി. പക്ഷേ നാട്ടുകാരുടെ ചോദ്യം, വീട്ടുകാരുടെ ചോദ്യം, ഈ ചോദ്യങ്ങൾ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ കയറും. അതുകൊണ്ട് തന്നെ എനിക്കും 1 വർഷം ഞാൻ ജോലിക്ക് പോയായിരുന്നു. സെക്കൻഡ് വർഷം ഉണ്ടാവാതായപ്പോൾ ഭയങ്കര ടെൻഷനായി. ഹസ്ബൻഡും ഞാനും പറയാൻ തുടങ്ങി. സോ ഞങ്ങൾ എന്ത് ചെയ്തു, പൊന്നാനിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, സമത് എന്ന് പറഞ്ഞ ഡോക്ടർ, എല്ലാവർക്കും അറിയാമായിരിക്കും, ഫേമസ് ആണ്. സമത് ഡോക്ടർ ഹയാത്ത് ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്, പൊന്നാനി തന്നെ. അപ്പോൾ അവിടെ പോയി ഡോക്ടറോട് കാര്യം ചോദിച്ചു, എന്താ ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ തന്നു. എനിക്ക് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഹോർമോണുകളൊക്കെ ടെസ്റ്റ് ചെയ്ത്, തൈറോയിഡ്, ഷുഗർ, പ്രഷർ, അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്ത്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒക്കെ നോർമലായി. പിറ്റത്തെ സിറ്റിങ്ങിൽ ഡോക്ടർ ഹസ്ബൻഡിനെ ടെസ്റ്റ് ചെയ്തു, ഹസ്ബൻഡിൻ്റെ സെമെൻസ് ടെസ്റ്റ് ചെയ്തു. സ്വയം പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഹസ്ബൻഡിന് മോട്ടിലിറ്റി പ്രോബ്ലം ഉണ്ട്, ലിക്വിഡിഫിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്. അതും സാധാരണ ഇപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നൊരു പ്രോബ്ലംസ് തന്നെയാണ്. പക്ഷെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്. കൗണ്ട് പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചും കൂടെയും, അത് കൗണ്ട് പ്രോബ്ലംസ് ഉള്ള എല്ലാ ബോയ്സിനും അല്ലെങ്കിൽ ജെൻസിനും മക്കളുണ്ടാവില്ല എന്നല്ല, ചില കേസിലുണ്ടാവുന്നില്ല. പക്ഷേ കുറേയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മോട്ടിലിറ്റി ആൻഡ് ലിക്വിഡിഫിക്കേഷനൊക്കെ ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന കേസുകൾ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മോട്ടിലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ലിക്വിഡിഫിക്കേഷൻ ടൈം 1.5 മണിക്കൂറായിരുന്നു. നോർമൽ ഒരു പുരുഷൻ്റെ ലിക്വിഡിഫിക്കേഷൻ ടൈം 30 മിനിറ്റ് പാടുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് നോർമൽ പ്രഗ്നൻസി കിട്ടുള്ളൂ എന്നാണ് പറയാറ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 1.5 മണിക്കൂറാണ്. അപ്പോൾ ഞങ്ങൾ പേടിച്ചു, ദൈവമേ 1.5 മണിക്കൂർ എങ്ങനെ 30 മിനിറ്റിലേക്ക് മാറ്റും അല്ലേ. ഭയങ്കര ടെൻഷനായി. സോ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മരുന്ന് തന്നു ഡോക്ടർ. എനിക്കും ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനും മരുന്നും 2-3 ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഫോളിക് ആസിഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് വേറെന്തോ 2-3 ഗുളിക കൊടുത്തു. ഗുളികേൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, 2022 കേസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് ആ മരുന്ന് കുടിച്ചു. ദെൻ ഞങ്ങളും യൂട്യൂബിലൊക്കെ നോക്കി. അബു റിഫാസിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അബു റിഫാസിൻ്റെ പ്രഗ്നൻസി ആൻഡ് പാരൻ്റ് ടിപ്സ് ഉണ്ട്. അതിലുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ മക്കളുണ്ടാവുന്നില്ല കാണുമ്പോൾ നമ്മൾ ടൈമിൽ നമ്മൾ എന്തും നോക്കും, എല്ലാ വീഡിയോസും നമ്മൾ സെർച്ച് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ നോക്കി പഠിച്ച് മനസ്സിലാക്കി എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കാം എന്നൊക്കെ മാക്സിമം ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടർ പറഞ്ഞ മരുന്ന് ഹസ്ബൻഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ലിക്വിഡിഫിക്കേഷൻ ടൈം കുറച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോസിൽ ഇട്ട്, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആവശ്യക്കാരുണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സോ അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുതരാണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പിറ്റത്തെ മന്ത് നോക്കിയപ്പോൾ തന്നെ, പിന്നെ ഞങ്ങൾ ഒരു മന്തൊക്കെ ഹസ്ബൻഡ് ഗുളിക കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടി പോയി സെമെൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് ലാബിൽ പോയിട്ട് പറഞ്ഞാൽ മതി, അപ്പോൾ ഒരു കുപ്പി തരും, ഓക്കെ ആക്കി എടുത്ത് കൊടുത്താൽ മതി, സെറ്റാക്കി വരും, നോക്കി തരും. സോ ഞങ്ങളങ്ങനെ ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ ടൈം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റത്തെ മന്തായപ്പോൾ എനിക്ക് പീരിയഡ്സ് തെറ്റി. അപ്പോൾ എനിക്ക് സന്തോഷമായി, എന്താ ഓക്കെ ആവുന്ന. പക്ഷേ അതിന് മുന്നേയൊക്കെ പീരിയഡ്സൊക്കെ തെറ്റുമ്പോഴൊക്കെ എല്ലാ മാസവും ഈ ടെസ്റ്റ് വാങ്ങി, നമ്മൾ യൂറിൻ ടെസ്റ്റ് കിറ്റൊക്കെ വാങ്ങി പരിശോധിച്ചൊക്കെ നോക്കും. ഒരു വരെ ഉണ്ടാവുള്ളൂ. ഓരോ മന്തും വിഷമിക്കാറുണ്ടായിരുന്നു. കാരണം ഓരോ മന്തും ഈ ഒറ്റ ലൈന് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു, ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു, ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ പിന്നെ ഈ ഒരു മരുന്ന് ഡോക്ടർ കണ്ടു, 1.5 മാസം മരുന്ന് കുടിച്ചപ്പോൾ മെൻസസ് ഡേറ്റ് തെറ്റി. സോ ഞാൻ എന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്തപ്പോൾ ഡബിൾ ലൈൻ, ഭയങ്കര ഹാപ്പി. പക്ഷേ ഡബിൾ ലൈനിൽ 2 ലൈൻ നമുക്ക് കട്ടി വേണം, പക്ഷെ എൻ്റെ ഒരു ലൈന് മാത്രമേ കട്ടി ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ലൈന് ഒരു ഒരു കട്ടിയില്ലാത്ത ലൈനായിരുന്നു. സോ ഞാൻ ഡോക്ടറെ പോയി കണ്ട്, അപ്പോൾ എനിക്ക് 4 വീക്ക് തികഞ്ഞിട്ടുള്ളൂ. ഡോക്ടർ പറഞ്ഞു 6 വീക്ക് കഴിഞ്ഞിട്ട് വരണം, എന്നിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് അബോർഷൻ ആവാതിരിക്കാനുള്ള മരുന്നൊക്കെ തന്നു. സോ ഞാനതൊക്കെ കുടിച്ച് 6 വീക്കൊക്കെ തികഞ്ഞ്, ആ ഒരു തികഞ്ഞ് പിറ്റേന്ന്
അങ്ങനെ പോയി, കാരണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ത്വരയിൽ അങ്ങനെ പോയി നോക്കുമ്പോൾ കുഞ്ഞ് വളരുന്നുണ്ട്, പക്ഷേ ഹാർട്ട് ബീറ്റ് ഇല്ല, ഹാർട്ട് ബീറ്റ് റേറ്റ് തീരെ കാണിക്കുന്നില്ല. സോ ഡോക്ടർ തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരൂ, നമുക്കൊന്നുകൂടി സ്കാൻ ചെയ്യാം. അങ്ങനെ ഉള്ളും പുറമൊക്കെ പരിശോധിക്കുന്നുണ്ട് അവർ. സോ നോക്കുമ്പോൾ വീണ്ടും ഇല്ല. 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കുട്ടീൻ്റെ ആ യോക്കൊക്കെ വളരുന്നുണ്ട്, പക്ഷേ ഇല്ല, ആ സേക്കൊക്കെ വളരുന്നുണ്ട്, പക്ഷേ ഇതില്ല, ഹാർട്ട് ബീറ്റ് ഇല്ല. ഭയങ്കര ടെൻഷനായി. നമുക്ക് 2 വർഷം കാത്തിരുന്ന് ടെസ്റ്റ് ചെയ്ത് മരുന്നടിച്ച് കിട്ടിയൊരു കുഞ്ഞ്, ഹാർട്ട് ബീറ്റ് ഇല്ല. ടെൻഷനായി എനിക്ക് ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണം, എവിടെ കാണിക്കണമെന്ന് ഓർമ്മയില്ല. ഞാൻ ചാവക്കാടുള്ള പൊന്നാനിയാണ് മരുന്ന് പിടിച്ചത്. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോൾ അത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങളടുത്ത് ചാവക്കാടുള്ള ഹയാത്ത് ഹോസ്പിറ്റലിൽ സുജാത മുരളിയുണ്ട്, അവരെ പോയിട്ട് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഡോക്ടർ ഇതാ പറയുന്നത്, ഹാർട്ട് ബീറ്റ് ഇല്ല. എപ്പോൾ ചോദിക്കാലും ഹാർട്ട് ബീറ്റ് ഇല്ല. അങ്ങനെ 3-4 തവണ സ്കാൻ ചെയ്ത് ഒരു 2.5 മാസമൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ റെഡ് സ്പോട്ട് പോലെ, ഒരു ഡാർക്ക് സ്പോട്ട് പോലെ വരാൻ തുടങ്ങി. ഡോക്ടറെ പോയി കണ്ട്, ഡോക്ടർ കൈയിട്ട് നോക്കുന്ന സമയത്ത്, നമ്മൾ ഉള്ളു പരിശോധിക്കുന്ന നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുണ്ട്. സോ ഒരു 2.5 മാസമായപ്പോൾ അത് കംപ്ലീറ്റ്ലി പെട്ടെന്ന് രാത്രി ഉറങ്ങി എണീറ്റ് പെട്ടെന്ന് അതങ്ങ് പോയി. പിന്നെ ഡോക്ടർ പോയി ഒന്ന് സ്കാൻ ചെയ്ത് വീണ്ടും നോക്കിയപ്പോൾ കംപ്ലീറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, കാരണം ഓൾറെഡി ഹസ്ബൻഡിന് ലിക്വിഡിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ 2.5 മാസമൊക്കെ ആകുമ്പോൾ അബോർഷനൊക്കെ ആകുന്നത് നോർമലാണ്. അതിന് ഒരുപാട് റീസൺസ്, പലർക്കും ഇങ്ങനെ ഉണ്ടായിരിക്കും. ഹാർട്ട് ബീറ്റ് കാണുന്നില്ല, എന്ന കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ള കേസ് പല ആളുകൾക്ക് ഉണ്ടായിരിക്കും. അതിന് പല റീസൺസാണ് ഡോക്ടർ പറഞ്ഞ. ഹോർമോണിൻ്റെ പ്രശ്നം ഉണ്ടാവും, പക്ഷെ എനിക്ക് ഹോർമോണിൻ്റെ പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അതങ്ങനെ വന്നേക്കാം, എനിക്ക് തൈറോയ്ഡ് ഇല്ല. ഷുഗർ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നേക്കാം, ഷുഗർ ഇല്ല. പ്രഷർ ഉണ്ടെങ്കിൽ വന്നേക്കാം, പ്രഷർ ഇല്ല. ഒന്നുമില്ല, എനിക്ക് ഞാൻ ഹെൽത്തിലെ ഫിറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് പ്രത്യേകിച്ചൊരു മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അറിവില്ലായ്മ കൊണ്ടാകും ചിലപ്പോൾ. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, പോയില്ലേ, അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല, നമുക്ക് ഇനി അടുത്ത 3 മാസങ്ങൾക്ക് ശേഷം മാത്രമേ അടുത്ത് കൺസീവ് ആകാൻ പാടുള്ളൂ, അതിന് മുന്നേ കൺസീവായ വീണ്ടും ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞു. കുറേ വിഷമായി, കുറേ കരഞ്ഞ്. അങ്ങനെ ഫസ്റ്റത്തെ പ്രഗ്നൻസി അബോർഷനായിട്ട് പോയി. അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. പിന്നീട് ഇനിയൊരു കുഞ്ഞുണ്ടാവുമോ, ഇനി ഒന്നേ മരുന്ന് കുടിച്ചിട്ടാണ് ഉണ്ടായത്, ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാവുമോ, ഞാൻ ഇനി പ്രഗ്നൻ്റ് ആവില്ലേ, ഇനിയും പണ്ടത്തെ പോലെ ആവാതിരിക്കും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ടെൻഷനുകളൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡ്സിൽ. അതാണ് എൻ്റെ ഫസ്റ്റത്തെ പ്രഗ്നൻസി. അപ്പോൾ ഇതുപോലെ പലർക്കും ഉണ്ടായിരിക്കും അനുഭവങ്ങളൊക്കെ, ഇപ്പോഴും ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ദൈവം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും. ഓക്കെ.